hypershift chameleon green കളറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് റാപ്പ് അല്ല, ഇത് കംപ്ലീറ്റ്ലി റീപെയിൻറ്റഡ് ആണ്. ആർ സിയിൽ ചേഞ്ച് ചെയ്തേക്കുന്ന കളറാണ്. നമ്മുടെ കണ്ട ആർ സിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. BS3 ആണ് മോനെ. ശരിക്കും 390 എങ്കിൽ 390 ഇതൊക്കെ തന്നെയാണ് ഗൈസ്. പുതിയത് കുറച്ചും കൂടി ഒരു ശാന്തതയൊക്കെ ഉണ്ട്. What's up guys, it's me Rohith and welcome back to another vlog. ഇതിന് എൻ്റെ ബാക്കി ഇരിക്കുന്ന നല്ല കിടില രീതിക്ക് പണിഞ്ഞിറക്കിയേക്കുന്ന BS3 Duke 390 ആണ് നിങ്ങൾ ഈ കാണുന്ന. ഇതൊരു ഹൈപ്പർ ഷിഫ്റ്റ് കളറാണ്. നമ്മുടെ കെമേലിയൻ ഗ്രീൻ എന്നൊക്കെ വേണം നമുക്ക് ഇനി പറയാൻ പറ്റും. സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുസമിൽ ബ്രോ ആണ്. പിന്നെ മുണ്ടൊക്കെ എടുത്ത് നമ്മുടെ മുബാറക്ക് ഡിയോയിലൊക്കെയാണ് വന്നത്. പക്ഷെ ജാക്കറ്റൊക്കെ മുണ്ടാണെങ്കിലും ചെരുപ്പാണെങ്കിലും ജാക്കറ്റ് ഇല്ലാതെ ഇറങ്ങത്തില്ല പുറത്ത്. നമ്മുടെ മെക്ക് ഇവിടെ എപ്പോൾ ഉണ്ട്. നമ്മുടെ വണ്ടി ഫുള്ള് പണി നടക്കുന്ന കേസ്. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡ്യൂക്ക് 390 BS3 ആണ്. ഓവറുള്ള ഒരു കളർ സ്കീം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈപ്പർ ഷിഫ്റ്റ് കമേലിയൻ ഗ്രീൻ കളറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് റാപ്പ് അല്ല, ഇത് കംപ്ലീറ്റ്ലി റീപെയിൻറ്റഡ് ആണ്. ആർ സിയിൽ ചേഞ്ച് ചെയ്തേക്കുന്ന കളറാണ്. സോ ആരും പോയി കമൻറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ബ്രോ ഇത് ലീഗലാണോ ഇല്ലീഗലാണോ. അത് ആർ സിയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള കളറാണ്. പല സ്ഥലത്ത് നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് പല ഷെയ്ഡാണ് അതിന് വരുന്നുണ്ടോ, പല ഷെയ്ഡാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു കാർബണിൻ്റെ റാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോ കാണാൻ പറ്റുന്നതെന്ന് അറിയാൻ വേഗം കണ്ട. ഇവിടെ കാർബണിൻ്റെ റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് സെക്ഷൻ ചെറുതായിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സും ചെറുതായിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ RCBയുടെ 17mm മാസ്റ്റർ സിലിണ്ടറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. RCBനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ RCBയുടെ ഹാൻഡിൽ ഗ്രിപ്പും ലിവർ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ മിറർ ഉണ്ട്. റിസോമയുടെ മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കുഞ്ഞു മിററാണ്. വണ്ടിക്ക് നല്ല ലുക്ക് ആ ഒരു മിറർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും അതേ ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് നമുക്ക് കാണാം കേട്ടോ. ആ ഒരു ചെറിയൊരു ഹൈപ്പർ ഷിഫ്റ്റിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കളറില്ല, അതിവിടെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പീഡോമീറ്റർ ക്ലസ്റ്ററും ചെറുതായിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ആ ഒരു സെക്ഷൻ ഇങ്ങനെയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കണ്ട ഈ ഒരു കളർ കണ്ട പല ഷെയ്ഡിൽ നിൽക്കുമ്പോൾ പല കളറാണിത്. അതുകൊണ്ടാണല്ലോ ഹൈപ്പർ ഷിഫ്റ്റ് കളർ നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഇവിടെ നമ്മുടെ ഓട്ടോലോഗിൻ്റെ ടാങ്ക് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു കളറുണ്ട്. ഈ കളർ കറക്റ്റ് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ കണ്ട കേസ് എത്ര എനിക്കിത് കാണിക്കാൻ പറ്റും വീഡിയോയിൽ കണ്ട. ജസ്റ്റ് നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഈ ഒരു കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കണ്ട. നല്ല ലുക്ക് തന്നെ, നല്ല അഡാറ ലുക്ക് തന്നെ ഈ ഒരു വണ്ടിക്ക് ആ ഒരു പെയിൻറ്റ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോക്ക് ഫുള്ളൊരു റെഡ് കളറിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. നമ്മുടെ കെവിൻ ബ്രോയുടെ വണ്ടിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെയും ചെറിയൊരു കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കണ്ട. അത് റാപ്പിംഗ് അല്ല, റാപ്പിംഗ് ആണ്, ഡിപ്പിങ്ങും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഇതിൻ്റെ മഡ് ഗാർഡിലേക്കും ആ സെയിം ആ ഒരു ഹൈപ്പർ ഷിഫ്റ്റ് കളർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയും റാപ്പിംഗ് ഉണ്ട്, ഇവിടെയും കാർബൺ ഫൈബറിൻ്റെ റാപ്പിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു കളർ സ്കീം എന്ന് പറയുന്നുണ്ടോ. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ കണ്ടോ. ഇതാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് എൻ്റെ മാക്സിമം ക്യാമറയിൽ. പിന്നെ എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ അലോയ് വീൽസ് ഉണ്ട്. അലോയ് വീൽസ് കംപ്ലീറ്റ്ലി കാർബണിൽ ഡിപ്പ് ചെയ്തെടുത്ത അലോയ് വീൽസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു മഡ് ഗാർഡ് സെക്ഷനിൽ നമ്മുടെ സെയിം ആ ഒരു ബോഡി കളർ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പെയിൻറ്റിംഗ് ആണ്, ഒന്നും റാപ്പിംഗ് അല്ല. ഇവിടെ നമുക്ക് ഫോർക്ക് സ്ലൈഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഓവറോൾ ഒരു വണ്ടി കിടിലെ ലുക്കാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ RCB എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയും ചെറിയൊരു കാർബൺ ഫൈബറിൻ്റെ റാപ്പും കാര്യങ്ങളൊക്കെ കാണാം. ബ്രംബോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം റാപ്പാണ്, ജസ്റ്റ് ഡിപ്പിംഗ് ഒന്നുമല്ല. ഡിപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ അലോയ് വീൽസിലാണ് ഡിപ്പിംഗ് വന്നേക്കുന്നത്. ഞാൻ ബാക്ക് സെക്ഷൻ കാണിച്ചു തരാം. ഒഴിഞ്ഞു മാറി വന്നതാണ് ഗൈസ് കണ്ട. ഇവിടെ കണ്ട ആ ഒരു കാർബൺ ഡിപ്പിംഗ് നമ്മൾ കണ്ട. അലോയ് വീൽസ് രണ്ടും കാർബൺ ഡിപ്പിംഗ് ആണ്. പിന്നെ ഏറ്റവും ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് റാപ്പാണ് വരുന്നത്. ഇതെല്ലാം ജസ്റ്റ് റാപ്പാണ്. ഡിപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ അലോയ് വീൽസ് മാത്രമാണ് ഡിപ്പിംഗ് വന്നേക്കുന്നത്. ഇവിടെ എല്ലാം ഒരുപാട് കാർബൺ ഫൈബറിൻ്റെ റാപ്പിംഗ് നിങ്ങൾക്ക് കാണാം ഗൈസ്. ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോർജ്ഡ് കാർബൺ ഡിപ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ വെട്ടം കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം കണ്ട. ഫോർജ്ഡ് കാർബൺ ഡിപ്പിംഗ് ആണ് ഈ ഒരു സെക്ഷനിൽ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ടെയിലായിട്ട് ചെറുതായിട്ടും സ്മോക്ക് ചെയ്തിട്ടുണ്ട്. RCയുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം.
ഈ പിന്നെ നമ്മുടെ കണ്ട RCയുടെ ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ആ ഓവറോൾ ഒരു ബാക്ക് സെക്ഷൻ നിങ്ങൾ നോക്കി കിട്ടില്ല കണ്ട, ആ സ്മോക്ക് എഫക്റ്റും ആ ഒരു ഫ്ലിക്കറിങ് എഫക്റ്റും ഒക്കെ കൊടുത്തേക്കുന്നതിൻ്റെ പേര് കിട്ടില്ല. നമ്മുടെ എക്സ് ഫ്ലാഷിൻ്റെ അസാർട്ട് ഫ്ലാഷറാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഓവറോൾ ഉണ്ട് ഇവിടെയൊക്കെ ആ ഒരു ടാങ്ക് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കാണാം. ഓവറോൾ വണ്ടി നല്ല കിടില രീതിക്ക് പണിഞ്ഞിറങ്ങിയിട്ടുള്ളൊരു നല്ലൊരു വണ്ടിയാണ്. BS3 വണ്ടിയാണ്. നമ്മുടെ BS3 BS4ഉം 6ഉം ഒക്കെ വെച്ച് നോക്കിയാൽ എൻ്റെ മോനെ ഇത് എന്ത് പവറാണെന്നറിയോ. കൈ കൊടുത്താൽ കയറി അങ്ങ് പോകും ഗൈസ്, അമ്മാതിരി പവർ. അധികം സ്പീഡ് എടുക്കുന്നില്ല ഗൈസ്, വേറെ ലെവല് സാധനം. കാരണം ഇത് പെട്രോൾ കുറവാണ് ഗൈസ്, അതുകൊണ്ട് അധികം നമുക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, പറയാനൊന്നുമില്ല. BS3 കിടിലം പവർ, അതിൻ്റെ കൂടെ ഈ ഒരു ലുക്കും കൂടെ ഒക്കെ ആയപ്പം വേറെ ലെവല് വണ്ടി ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. BS3 ആണ് മോനെ ശരിക്കും. 390 എങ്കിൽ 390 ഇതൊക്കെ തന്നെയാണ് ഗൈസ്. പുതിയത് കുറച്ചും കൂടി ഒരു ശാന്തതയൊക്കെ ഉണ്ട് പുതിയ വണ്ടിയേക്ക്. ഇതിനങ്ങനൊന്നുമല്ല, അക്രമമാണ്. ജസ്റ്റ് എക്സോസിനോട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നമുക്കറിയാം നമ്മുടെ എല്ലാ ക്രൂസറും നമ്മുടെ ഹിമാലയൻ മൂസയാണ്. സോ അടുത്ത കിടിലൊരു വീഡിയോ ഇട്ട് കാണുന്നവരാ.